കൊച്ചിയിലെത്തി ഇനി മൂക്കുപൊത്താം എന്നൊരു പറച്ചിൽ പണ്ടുണ്ടായിരുന്നു. എന്നാൽ അതു തിരുത്തി പത്തനംതിട്ട KSRTC സ്റ്റേഷനെത്തി മൂക്കുപൊത്തിക്കോളൂ എന്ന സ്ഥിതിയിലാണിപ്പോൾ. അതിന് കാരണം സ്റ്റാൻഡിനെ ചുറ്റി കടന്നുപോകുന്ന ഓട തന്നെ. മൂടിയില്ലാത്ത ഓടയിൽ നിന്നെത്തുന്ന ദുർഗന്ധം കാരണം മൂക്കുപൊത്താതെ ഇതുവഴി നടക്കാൻ കഴിയാത്ത അവസ്ഥ. സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലും ഹോട്ടലുകളിലും മറ്റു നിന്നുള്ള മലിനജലം ഉൾപ്പെടെയുള്ളവ ഓടയിലേക്കാണ് എത്തുന്നത്. ഇത് ഒഴുക്കില്ലാതെ കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിപ്പിക്കുന്നതിനൊപ്പം കൊതുകുകളുടെ വളർത്തു കേന്ദ്രം കൂടിയാകുന്നു. സ്റ്റാൻഡിലേക്ക് ഇറങ്ങുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും മൂക്കുപൊത്തേണ്ട അവസ്ഥ. ഇത് KSRTC സ്റ്റാൻഡിൽ നിന്ന് പത്തനംതിട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കും അനുരാഗ് ഐശ്വര്യ തിയേറ്ററുകളിലേക്കും എളുപ്പത്തിലെത്താവുന്ന വഴി. ദിനംപ്രതി നിരവധി ആളുകൾ സഞ്ചരിച്ചിരുന്ന വഴി. എന്നാൽ ഇപ്പോൾ ഇതുവഴി നടന്നു പോകാൻ കഴിയാത്ത അവസ്ഥ. ഓടയിലെ ദുർഗന്ധവും വഴിയിലെ മാലിന്യ നിക്ഷേപവും ഇതുവഴിയുള്ള യാത്രയും മൂക്കുപൊത്താതെ നടക്കാൻ കഴിയാത്തതാക്കി. KSRTC ഡിപ്പോയിലെ ശൗചാലയത്തിൽ നിന്നുള്ള മലിനജലവും തള്ളിവിടുന്നത് ഈ ഓടയിലേക്ക്. ഓടകൾക്കുമീതെ കോൺക്രീറ്റ് സ്ലാബുകൾ സ്ഥാപിക്കുക എന്നതാണ് ഇതിനൊരു പോംവഴി. നഗരസഭാ പ്രതിപക്ഷ നേതാവിന്റെ വാർഡിൽപ്പെട്ടതാണ് ഇവിടം. ഓട വൃത്തിയാക്കി സ്ലാബ് സ്ഥാപിക്കാൻ കൗൺസിലർ അഡ്വക്കേറ്റ് T സക്കീർ ഹുസൈൻ 7.5 ലക്ഷത്തോളം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ ഇതിന്റെ ഫലപ്രദമായ വിനിയോഗം നടത്താതിരുന്നതാണ് പ്രശ്നത്തിന് കാരണമാകുന്നതെന്ന് പ്രതിപക്ഷാംഗം K അനിൽകുമാർ പറയുന്നു. ഓട നിർമ്മാണത്തിനകത്തെ ഒരു അപാകത ഏതാണ്ട് 1 വർഷക്കാലമായി എഴഞ്ഞു പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ആ ഓട നിർമ്മിച്ച് അടിയന്തരമായി അവിടെ സ്ലാബ് വാർത്തിട്ടുകൊണ്ട് ആ പ്രദേശം കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് അതുവഴി ചെറിയ വാഹനങ്ങൾക്ക് പോകുവാനും അതോടൊപ്പം തന്നെ ആ പ്രദേശത്തെ ആൾക്കാർക്ക് യാത്രക്കാർക്കൊക്കെ തന്നെ മൂക്കുപൊത്താൻ പോകാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാതെ ടൗൺ മൊത്തം സൗന്ദര്യവൽക്കരിച്ചു എന്ന് പറഞ്ഞ് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഓടകൾക്ക് സ്ലാബ് സ്ഥാപിക്കുന്നതോടെ സമീപത്തുകൂടിയുള്ള റോഡും വാഹന സഞ്ചാരത്തിന് യോഗ്യമാക്കാൻ കഴിയും. എന്നാൽ അടിക്കടി ഹോട്ടലുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും മിന്നൽ പരിശോധന നടത്തുന്ന നഗരസഭ ആരോഗ്യ വിഭാഗം ഓടയും ഓടയുയർത്തുന്ന മലിനീകരണവും കണ്ടുനിന്ന് നടിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.